നമുക്കിന്ന് കളർ പേപ്പേഴ്സൊക്കെ കൊണ്ട് ഒരു കളർഫുൾ ക്രാഫ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ 15x15 സൈസിൽ ഇതേപോലെ പേപ്പേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കുക. അതൊന്ന് ഇതേപോലെ മടക്കി കൊടുക്കുക. രണ്ട് സൈഡും ഇതേപോലെ മടക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. വീണ്ടും മറ്റേ സൈഡും നേരത്തെ മടക്കിയ പോലെ തന്നെ മടക്കി കൊടുക്കുക. ഫോൾഡിങ്സ് ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും ഇതേപോലെ ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്യുക. വീണ്ടും അതൊന്നും കൂടി ഒന്ന് ഇതേപോലെ ചെറുതാക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. പിന്നെ ഈ സ്റ്റെപ്പ് നമ്മൾ ഫാൻ ഉണ്ടാക്കില്ലേ, പേപ്പർ ഫാൻ, അതേ സ്റ്റെപ്പ് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പറൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. വീണ്ടും അതൊന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യുക. നമ്മൾ ആദ്യം മടക്കിയതുപോലെ തന്നെ രണ്ട് സൈഡും ഇതേപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ മടക്കി വരുമ്പോൾ നമുക്ക് പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. അത് വീണ്ടും ഇതേപോലെ ആ ഫാനിൻ്റെ സ്റ്റെപ്പ് ഇതേപോലെ ഒന്നും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മടക്കി വരുമ്പോൾ ഏകദേശം ഇതേപോലെ കിട്ടും. എന്നിട്ടത് ഫോൾഡിങ്സ് ഒന്നും പോവാതെ ഇതേപോലെ പതിയെ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നും. പക്ഷെ ചെയ്ത് വരുമ്പോഴേക്കും ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ആദ്യം ഇതേപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. പിന്നെ പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. പിന്നെ വീണ്ടും ഒന്ന് ചെയ്ത് വരുമ്പോൾ ഇതേപോലെ പോലത്തെ ഷേപ്പ് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റേ കളർ പേപ്പേഴ്സിലും ഇതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് എല്ലാം കൂടി ഇതേപോലെ ഗ്ലൂ വെച്ചൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ക്രാഫ്റ്റ് കുറേ നാളായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷെ മടിയായിരുന്നു. കാരണം ഇതേപോലെ മടക്കിയൊക്കെ എടുക്കാൻ ഇച്ചിരി പാടായിരിക്കും എന്നൊക്കെ കരുതി. പക്ഷെ ചെയ്ത് തന്നപ്പോൾ എല്ലാം ഭയങ്കര സിമ്പിളായിരുന്നു. ഇത് കയ്യിൽ വെച്ച് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട.